എങ്ങനെയാ സ്റ്റോറി എങ്ങനെയാ ഫൈസൽക്കേന്റെ ഒരു ഇൻസ്പിറേഷൻ ആണത് കേൾക്കുമ്പോൾ? അതെ അതെ നമ്മള് ശരിക്കും പറയുകയാണെങ്കിൽ കൊപ്പര ഫീൽഡിലായിരുന്നു. വല്യങ്ങാടിയില്. വല്യങ്ങാടി അറിയില്ലേ? ബീച്ചിന്റെ അടുത്ത്. അതെ, നമ്മളെ ബീച്ചിന്റെ അടുത്തുള്ള കോർട്ട് റോഡ്. അവിടെ സിൻഡിക്കേറ്റ് പ്രൊഡ്യൂസ് കമ്പനി, ഞാൻ യുണൈറ്റഡ് പ്രൊഡ്യൂസ് കമ്പനിയിലായിരുന്നു. ഞാൻ ശരിക്കും ഇവിടുന്ന് ഒരു 40 കിലോമീറ്റർ ദൂരമുള്ള മേപ്പയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ നമ്മളുടെ അടുത്ത് നമുക്ക് പഠിപ്പിൽ വളരെ മോശമാണ്. അപ്പം പിന്നെ ഞാൻ ജസ്റ്റ് പ്രീ ഡിഗ്രി പാസ്സായിട്ടുള്ളൂ. അങ്ങനെ ഒരു 4-5 പ്രാവശ്യമൊക്കെ എഴുതിയിട്ട്. അപ്പോൾ എൻ്റെ ബ്രദർ എന്നെക്കാളും മുമ്പ് അമ്മാവൻ്റെ അടുത്ത് ജോലിക്ക് കയറിയിട്ടുണ്ട് ഈ കൊപ്പരയിൽ. അപ്പം ഞാൻ അമ്മാവൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞ് എന്നെയും കൂടി ഒന്ന് കൊണ്ടുപോകണോ. അപ്പം എനിക്ക് ഇപ്പം നമുക്ക് അന്ന് ആ സമയത്ത് ഒരു പൊറോട്ടയും ചിക്കൻ കറിയൊക്കെയാണ് നമുക്ക് താല്പര്യം കഴിക്കാൻ. ഒരു മട്ടൻ ചാപ്സ് ഇതൊക്കെയാണ് നമ്മളെ കഴിക്കുന്നത്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ്. ഇതൊന്നും കഴിക്കാൻ പൈസയൊന്നുമില്ല. ഒരു കൂട്ടുകാരൻ്റെ കൂടെ പോകാൻ പൈസ ഇല്ല, അവൻ്റെ അടുത്ത് പൈസ ഉണ്ട്. അപ്പം ഞാൻ അങ്ങനെ പോയിട്ട് പല ജോലിക്ക് ശ്രമിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയപ്പോൾ അദ്ദേഹം എന്നെയും കൂടി കൂട്ടി. നമ്മളൊരു യുണൈറ്റഡ് ഉമ്മാന്റെ ആദ്യത്തെ ഒരു പ്രോപ്പർട്ടി വിറ്റിട്ട്. അന്ന് എത്ര വയസ്സായിരുന്നു ഇത് ചെയ്യുന്ന സമയത്ത്? ആ സമയത്ത് ഒരു 21-22. ചെറിയ പ്രായത്തിൽ. ഇപ്പം 56. 21 വയസ്സിലൊരു പ്രോപ്പർട്ടി ഉമ്മ വിറ്റ് തരികയാണ്. മോനിലുള്ള ഒരു വിശ്വാസമാണത്. അതെ അതെ അതെ. ഉമ്മ എന്തും റെഡിയാ. ഉമ്മ അല്ല, ശരിക്കും പ്രോപ്പർട്ടി വെക്കുന്ന ഉപ്പയാണ്. ഉമ്മ കല്യാണം കഴിച്ചാൽ ആണുങ്ങൾക്കാണല്ലോ ഉപ്പാണ് വിറ്റത്. കാരണം ഉപ്പ വിറ്റിക്കില്ലെങ്കിൽ നമുക്കതൊന്നും ചെയ്യാൻ കഴിയില്ല. ഉമ്മ എന്തും റെഡിയാ. പക്ഷെ ഉപ്പൻ്റെ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് അന്ന് അങ്ങനെ സാധിച്ചത്. അപ്പം ആ യുണൈറ്റഡ് പ്രൊഡ്യൂസ് കമ്പനി എന്ന് പറഞ്ഞ കമ്പനിയിൽ ഒരു 2 വർഷം 3 വർഷം വർക്ക് ചെയ്തു, ബിസിനസ് ചെയ്തു പാർട്ണറായിട്ട് നമ്മളെ ഇപ്പോൾ അമ്മാവൻ്റെ കൂടെ തന്നെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഈ കർഷകർ വരുമല്ലോ, കർഷകർ പിന്നെ നമ്മൾ കൊപ്പരയ്ക്ക് ഒരു ഷീട്ട് കൊടുക്കും, ഒരു ചെക്ക് മാതിരി. നമ്മൾ റോൾ ചെയ്യും. ഒരു 10 ദിവസം ഡേറ്റ് ഇട്ടിട്ട് ഇന്നിപ്പം ഫെബ്രുവരി മാർച്ച് ഒരു 30-ാം തീയതി ഇട്ട് കൊടുക്കും. ഇന്ന് മാർച്ച് പിന്നെ 21-ാണ്. 30-ാം തീയതി ഡേറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഷീറ്റ് ശരിക്കും ചെക്ക് മാതിരി തന്നെ പോലെ പേര് എഴുതും, അടിയിൽ എമൗണ്ട് എഴുതും, ഒപ്പിടും. ഈ ഏത് ജ്വല്ലറി കൊണ്ടുപോയാലും അവർക്ക് സ്വർണം കിട്ടും. സ്വർണവും കിട്ടും, പിന്നെ അതുപോലെ അരി കിട്ടും, പഞ്ചസാര കിട്ടും. ഓഹോ, അത് കൊടുത്താൽ മതി, പൈസക്ക് പകരം. അത്രയും ട്രസ്റ്റാണ്. അങ്ങനെ നമ്മള് ആലുക്കാസിലും അതുപോലെ ഫാഷൻ ജ്വല്ലറി, വർണ്ണന ജ്വല്ലറി ഒക്കെ വിളിച്ചു കയറി അവിടെ പോയിട്ട് സ്വർണം മേടിച്ചു പോകും. അങ്ങനെ അതിന് കൂടുതൽ ആവശ്യക്കാരിങ്ങനെ വന്നപ്പോഴാണ് നമുക്ക് എന്തുകൊണ്ട് തുടങ്ങിക്കൂടാതെ. അങ്ങനെയാണ് നമ്മൾ ജ്വല്ലറിയിലേക്ക് എത്തുന്നത്. അങ്ങനെയാണ് ഒരു 400 സ്ക്വയർ ഫീറ്റിൽ അന്നത്തെ ഒരു 45-50 ലാഖ് റുപ്പീസാണ് അന്നത്തെ ക്യാപിറ്റൽ. പേര് സജസ്റ്റ് ചെയ്യുന്നത് നമ്മളൊരു കസിൻ ബ്രദറുണ്ട്, മജീദ്ക്ക. പുള്ളി നമ്മളെ കൂടെ സ്റ്റാർട്ടിങ്ങിലുള്ള ആളാണ്. അപ്പം മജീദ്ക്ക ആണ് മലബാർ ഗോൾഡ് എന്നുള്ള പേര് പറയുന്നത്. മലബാർ എന്നുള്ള പുള്ളി പിന്നെ പേരാമ്പ്രയിൽ ആരോടൊക്കെ സംസാരിച്ചപ്പോൾ പുള്ളിക്ക്. എവിടെയായിരുന്നു ജ്വല്ലറി? കോഴിക്കോട് മേലെ പാളയത്ത് MM അലി റോഡിൽ ഒരു ചെറിയ ഷോപ്പ്. ഏത് വർഷമാണ് ജ്വല്ലറി സ്റ്റാർട്ട് ചെയ്യുന്നത്? 1993. അപ്പൊ ഇത്ര വയസ്സായിരുന്നു? അത് 26 നമ്മുടെ മേലെ പാളയത്ത് തന്നെ. അന്ന് ഫസ്റ്റ് കിട്ടിയ ഒരു സാലറി അല്ലെങ്കിൽ നമുക്ക് കിട്ടിയൊരു പ്രോഫിറ്റ് എത്രയാന്ന് ഓർമ്മയുണ്ടോ? സാലറിയോ? അന്ന് കിട്ടിയ സാലറി എനിക്ക് നല്ല ഓർമ്മയുണ്ട്. 1500 റുപ്പീസാ. 1500 രൂപ. അന്നത്തെ എൻ്റെ സാലറി 1500 രൂപ. ആ സമയത്ത് ഞാൻ കല്യാണം കഴിച്ചു. ഒരു കൊല്ലം കല്യാണം കഴിച്ചു. ഒരു കൊല്ലം കഴിയുമ്പോഴത്തേക്ക് 27-ാമത്തെ വയസ്സിൽ ഞാൻ 94-ൽ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ച സമയത്ത് ഞാൻ അവളെയും കൂട്ടിയിട്ട് ഒരു ചുരിദാർ വാങ്ങിക്കാൻ പോയി. അന്ന് ആ ട്രെൻഡ് എന്ന് പറയുന്ന ഒരു പിന്നെ ചുരിദാറിന്റെ ഷോപ്പാണ്. നമ്മളെൻ്റെ ഒരു ഫ്രണ്ട് ഇജാസിന്റെ ഷോപ്പാണ്. അവിടെ പോയിട്ട് ഇജാസ് എന്ന് പറഞ്ഞ ആളെ അന്നാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് നോക്കുമ്പോൾ ഓളൊരു 3500 റുപ്യേൻ്റെ ചുരിദാർ എടുത്തു ആ സമയത്ത്. അന്ന് 3500 എന്ന് പറയുമ്പോൾ എനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റില്ല. പിന്നെ അവൾ ഫസ്റ്റ് സെലക്ട് ചെയ്യാണല്ലോ ഭാര്യ. എൻ്റെ അടുത്താണെങ്കിൽ 1500 റുപ്പീസ് എൻ്റെ കയ്യിലുള്ളൂ. സാലറി ഉള്ളൂ. അല്ല, കയ്യിൽ തന്നെ 1500-2000 റുപ്പീസ് എൻ്റെ കയ്യിലുള്ളൂ. അവിടെ കടം പറഞ്ഞു ചുരിദാർ അവൾക്ക് വാങ്ങിക്കൊടുത്ത് അവിടുന്ന് പിന്നെ പിറ്റേന്ന്
2 ദിവസം കഴിഞ്ഞ് അവിടെ കൊണ്ടുകൊടുത്തു. കൊടുത്തു. എന്നാലും നിരസിച്ചില്ല, വേണ്ടാന്ന് പറഞ്ഞില്ല. വേണ്ടാന്ന് പറഞ്ഞില്ല. അയ്യോ, അത് വലിയൊരു കാര്യം. ഫസ്റ്റിൽ സെലക്ട് ചെയ്തിരുന്ന ഒരു ചുരിദാറാണല്ലോ, അതെനിക്ക് നല്ലൊരു ഓർമ്മയാണ്. പക്ഷേ ഫസ്റ്റ് ഒരു മാർക്കറ്റിംഗ് ചെയ്തത് ഞാൻ കേട്ടിട്ടുണ്ട്. മുകളില് ഒരു ജ്വല്ലറി സെറ്റപ്പ് പോലെ ആക്കിയിട്ട് താഴെ നിൽക്കുന്ന ഒരു കല്യാണ പാർട്ടിന്റെ അടുത്ത് ഫൈസൽക്ക് ഒരു മടിയും കൂടാതെ ചെന്ന് കല്യാണ പാടിന്റെ അടുത്ത് അപ്പം ഓക്കെയാണ്. ആ സമയത്ത് നമുക്ക് നിവൃത്തിയില്ലല്ലോ, ജീവിക്കണ്ടേ. അപ്പൊ നമ്മള് ഒരു 400 സ്ക്വയർ ഫീറ്റുള്ള ഒരു ഷോപ്പ്, അതും അപ്സ്റ്റെയറിൽ. അപ്പൊ അടിയിൽ ഇങ്ങനെ ആലുക്കാസിലൊക്കെ പോകുന്ന കല്യാണ പാർട്ടി ഉണ്ടാവും. അപ്പൊ ഓരിങ്ങനെ നമുക്കറിയാം കുറെ ആൾക്കാർ കൂടി വരുമ്പോൾ ഒരു ബാഗ് ഉണ്ടാവും. അപ്പൊ ഓരോരുത്തർ പോയിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറയും. അലൈക്കും. നമ്മളൊരു ചെറിയ ഷോപ്പ് മുകളിലുണ്ട്, ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കണം. കയറി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ല നിങ്ങൾ പോയിക്കൊള്ളി എന്ന് പറയും. അങ്ങനെ ചില ആൾക്കാർ കയറി നോക്കൂ, ഒരപ്പം തന്നെ ഇറങ്ങിപ്പോവും. കുറച്ച് കഴിഞ്ഞ് ചിലപ്പോൾ അവർ തിരിച്ചു വരും. അങ്ങനെ തിരിച്ചു വരുമ്പോൾ നമുക്ക് ഭയങ്കര ത്രില്ല. അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ കൂടുതൽ ആൾക്കാരെ അങ്ങനെ കുറെ ക്യാൻവാസ് ചെയ്യാനുള്ള ഒരു, പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അവരെ വീട്ടിൽ കല്യാണത്തിന് പോകും. പിന്നെ അങ്ങനെ ഒരു ഫാമിലി കണക്ഷന്മാരെയാവും. അങ്ങനെ പിന്നെ കുറെ കൺസിസ്റ്റന്റ് ആയിട്ട് ബിസിനസ് വന്നിന് ആ സമയത്ത്.